Hi friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ടം നാവിഗേഷൻ ബാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ബോട്ടം നാവിഗേഷൻ ബാർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുമ്പോൾ ഇതേപോലത്തുള്ള ബാറാണ്. നമ്മളിത് പൊതുവേ യൂട്യൂബിലാണ് കാണാറ്. നിങ്ങൾ ഹോം പേജ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരുടെ ലിസ്റ്റ് കാണാം, ലൈബ്രറി കാണാം, അതുപോലെ തന്നെ ട്രെൻഡിങ് ഒക്കെ കാണുന്ന ആ ഒരു ബാറിനെയാണ് നമ്മൾ ബോട്ടം ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ബോട്ടം ബാറിന് പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ബാർ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു സ്ക്രീന് മാറുന്നത് കാണാം. നിങ്ങൾക്ക് ജാവ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് മാറുന്നുണ്ട്, കളറും മാറുന്നുണ്ട്. പൈത്തൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈത്തൺ വരുന്നുണ്ട്, ബ്ലാക്ക് കളറും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു Kivymd ടെംപ്ലേറ്റ് നിങ്ങൾ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യുക. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ബിൽഡറും MD ആപ്പാണ്. അത് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ അടിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ അകത്താണ്, അതായത് നമ്മുടെ കിവിൻ്റെ അകത്താണ് നമ്മളുടെ ആ ഒരു സംഭവമൊക്കെ വരുന്നത്, സ്ക്രീനൊക്കെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് MD ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ബിൽഡിനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്കിത് കസ്റ്റമൈസൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് സ്വന്തം എനിക്ക് തന്നെ ഒരു പുതിയ തരത്തിലുള്ള ഒരു നാവിഗേഷൻ ബാരൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കിവി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ബാറാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് കുറച്ച് കോംപ്ലക്സിറ്റിയാണ്, എന്നാലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ. ഇതുപോലത്തുള്ള ബോക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റൗണ്ടൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സപ്പോസ് ഇവിടെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുകയാണ്. ഈ ഒരു ഈ ഒരു വിഡ്ജറ്റിനകത്താണ് നമ്മൾക്ക് വേണ്ട വിഡ്ജറ്റൊക്കെ ആഡ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഇത് വിളിക്കുമ്പോൾ ബോട്ടമായിട്ടുള്ള ഒരു ബാർ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അതിനകത്ത് എത്ര വിഡ്ജറ്റാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ടം നാവിഗേഷൻ ഇവിടെ ബോട്ടം നാവിഗേഷൻ ഐറ്റം എന്ന് കൊടുക്കുക. എത്ര ഐറ്റം വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ 2 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കാം, 1, 2. അതായത് 1, 2 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ നമുക്ക് 2 ഐറ്റം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ഐറ്റം കാണാം. ഞാനൊന്ന് കോപ്പി ചെയ്ത് എന്തെങ്കിലും കാണിച്ചു തരും നിങ്ങൾക്ക്. ഞാനിവിടെ കോപ്പി ചെയ്തു, പൈത്തൺ തന്നെ കോപ്പി ചെയ്തു, ഞാനത് പേസ്റ്റ് ചെയ്തു. ആദ്യത്തേത് ക്ലോസ് ചെയ്യാണ്. ഞാനതൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ഐറ്റം ബാർ കാണാൻ സാധിക്കും. അതായത് നമ്മളിവിടെ എത്രയാണോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഐറ്റംസ്, ഇത് നാവിഗേഷനാണ്, ഇവിടെ നാവിഗേഷൻ ഐറ്റംസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ 3 കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് 3 നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബോട്ടം ഐറ്റംസിനകത്ത് ആദ്യം നിങ്ങൾ ഒരു നെയിം കൊടുക്കുക. അതുപോലെ തന്നെ അതിനൊരു ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് താഴെ വരുന്ന ഈ ഒരു ടെക്സ്റ്റാണ്. ഇവിടെ പൈത്തൺ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ജാവയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഐക്കൺ എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ വരുന്ന ഐക്കൺസാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഈ ഒരു ഐക്കണാണ് കൊടുക്കുന്നത്, പൈത്തൺ. അതുകൊണ്ട് ഞാൻ പൈത്തൺ ഇവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര മാത്രം കൊടുത്താൽ മതി. നമുക്ക് നമ്മളുടെ ആ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ റെഡിയായി. അപ്പോൾ എന്തിനാണ് ഈ ഒരു MD ലേബിൾ കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ MD ലേബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ്. അതായത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് വരുന്നത് അതൊക്കെ നമ്മൾ ഇതിൻ്റെ ചിൽഡ്രനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഐറ്റംസിൻ്റെ ചിൽഡ്രനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തായിരിക്കും നമുക്ക് വേണ്ട എല്ലാ സംഭവം വരുന്നത്. ഞാനിവിടെ കോപ്പി ക്ലോസ് ചെയ്തു. ഒന്നുകൂടി ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നോക്കാൻ സാധിക്കും 3 പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് തിക്നെസ് കുറേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് 3 ഒന്നിച്ചുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റൊക്കെ എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റ് വേണ്ടത് അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതിൻ്റെ അകത്ത് ചിൽഡ്രനായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ ഒരു സ്ക്രീനിൻ്റെ അകത്ത് എന്താണോ വേണ്ടത് അത്. അതുപോലെ തന്നെ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ആക്കി കൊടുത്തിരിക്കുന്നത് ഒരു MD ടെക്സ്റ്റ് മാത്രമാണ് ഇതിൻ്റെ ചിൽഡ്രനായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജാവയിൽ മാത്രം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ബോക്സ് ലേഔട്ടാണ്. ആ ബോക്സ് ലേഔട്ടിൽ നമ്മളൊരു MD ലേബിൾ കൊടുത്തു. നമുക്ക് എന്ത് വേണം കൊടുക്കാൻ സാധിക്കും. ചിൽഡ്രനാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിൽഡ്രൻ MD ബോക്സ് ലേഔട്ട് എന്ന് മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇത്രയുള്ള കാര്യം ബോട്ടം നാവിഗേഷൻ ബാർ. ആദ്യം നമ്മൾ ഒരു മെയിനായിട്ടുള്ള ഒരു പാരൻറ്റിനെ വിളിക്കുന്നു. ആ പാരൻറ്റിൻ്റെ അകത്ത് എത്ര ചിൽഡ്രൻ ആണോ വേണ്ടത് അത്രയും ചിൽഡ്രനെ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഞാൻ 3 കൊടുത്തത്. അപ്പോൾ 3 ആണ് നമുക്ക് വരിക ഇവിടെ. ഓക്കെ,
അതിനുശേഷം നമ്മൾ നെയിം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, ഐക്കൺ കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ക്രീനിൻ്റെ അകത്ത് എന്താണ് വേണ്ടത് അത് നമ്മൾ ഇവിടെ ചിൽഡ്രൻ പോലെ കൊടുക്കുകയാണ്. ഇതുപോലെ എം ടി ടെക്സ്റ്റോ അല്ലെങ്കിൽ എം ടി ബോക്സ് ലേഔട്ടോ പോലെ.